ഇന്ന് നമ്മൾ സെയിനായിട്ട് എത്തിയിട്ടുള്ളത് ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന കുറച്ച് ഇന്നോവകളാണ്. എല്ലാം റീരജിസ്റ്റേർഡ് വാഹനങ്ങളാണ്, കേരളത്തേക്ക് നമ്പർ ആയിട്ടുള്ള വാഹനങ്ങളാണ്. അപ്പോൾ തന്നെ ഒരു മാഗ്നറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസും വിലയും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്പർ മേലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസുകൾ നോക്കാം നമുക്ക്. ഫസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് ടൊയോട്ടയുടെ ഇന്നോവ 2012 മോഡലാണ് ഈ വാഹനം വരുന്നത്. ഈ വാഹനം 2012 രജിസ്ട്രേഷനാണ് വരുന്നത്. അപ്പോൾ തന്നെ വി ഫുൾ ഓപ്ഷനാണ് ഈ വാഹനം വരുന്നത്. ഡീസൽ മാനുവലാണ് ട്രാൻസ്മിഷൻ വരുന്നത്. അപ്പോൾ തന്നെ റീരജിസ്റ്റേർഡ് വാഹനമാണ്, കേരളത്തേക്ക് നമ്പർ ആയിട്ടുള്ള വാഹനമാണ്. ഓൺഷിപ്പ് വരുന്നത് 4ാമത്തെ ഓൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത്. അപ്പോൾ തന്നെ വാഹനത്തിന് കിലോമീറ്റർ നോക്കുന്നുണ്ടെങ്കിൽ 1,70,000 കിലോമീറ്ററാണ്. മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും ഈ വാഹനത്തിനില്ല. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ കമ്പനി അലോയ് വീലുകൾ വരുന്നുണ്ട്. അപ്പോൾ തന്നെ ലെതർ സീറ്റുകൾ ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിന്. അപ്പോൾ തന്നെ എയർ ബാഗ് വരുന്നുണ്ട്. ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് 7,90,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. വാഹനത്തിന്റെ ലൊക്കേഷൻ വരുന്നത് മോങ്ങത്താണ്. 2012 മോഡൽ വി ഫുൾ ഓപ്ഷനാണ് വാഹനം വരുന്നത്. മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും ഇല്ലാത്ത വാഹനമാണ്. നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ്. വില ഉദ്ദേശിക്കുന്നത് 7,90,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. അടുത്ത ഇന്നോവ വരുന്നത് 2011 മോഡൽ ഇന്നോവ G4 ആണ് വാഹനം വരുന്നത്. ഈ വാഹനം 2011 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അപ്പോൾ തന്നെ G4 ആണ് വേരിയന്റ് വരുന്നത്. ഡീസൽ മാനുവലാണ് ട്രാൻസ്മിഷൻ വരുന്നത്. ഈ വാഹനം റീരജിസ്റ്റേർഡ് വാഹനമാണ്, കേരളത്തേക്ക് നമ്പർ ആയിട്ടുള്ള വാഹനമാണ്. അതുപോലെ തന്നെ ഓണർഷിപ്പ് വരുന്നത് 4th ഓണർഷിപ്പ് ആയിട്ടുണ്ട്. കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ 2,20,000 കിലോമീറ്ററാണ്. ജനുവിനാണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഈ വാഹനത്തില്ല. അതിന് G4 നല്ല സീറ്റ് കവറുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ആൻഡ്രോയിഡ് സീരിയോ ചെയ്തിട്ടുണ്ട്. നല്ല കോസ്റ്റ്ലി അലോയ് വീലുകൾ വരുന്നുണ്ട് വാഹനത്തിന്. അപ്പോൾ ഇന്ന് വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് 6 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. താല്പര്യം മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. ലൊക്കേഷൻ വരുന്നത് മോങ്ങത്താണ്. 2011 മോഡലാണ്. G4 ആണ് വേരിയന്റ് വരുന്നത്. അപ്പോൾ തന്നെ വില ഉദ്ദേശിക്കുന്നത് 6 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യം മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. അടുത്ത ഇന്നോവ വരുന്നത് 2013 മോഡൽ വി ഓപ്ഷനിൽ വരുന്ന ഇന്നോവയാണ്. ഈ വാഹനം വരുന്നത് 2013 രജിസ്ട്രേഷനാണ് വരുന്നത്. അപ്പോൾ തന്നെ റീരജിസ്റ്റേർഡ് വാഹനമാണ്. ഈ കേരളത്തേക്ക് നമ്പർ ആയിട്ടുള്ള വാഹനമാണ്. ഓൺഷിപ്പ് വരുന്നത് 3rd ഓൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത്. ഡീസൽ മാനുവലാണ് ട്രാൻസ്മിഷൻ വരുന്നത്. അതുപോലെ തന്നെ യാതൊരു മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റും ഈ വാഹനത്തിനില്ല. കിലോമീറ്റർ ജെനുവിൻ അല്ല. അത് തന്നെ വില ഉദ്ദേശിക്കുന്നത് 8,75,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യം മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. വി ഓപ്ഷനിൽ ഫുൾ ഓപ്ഷനിലാണ് വാഹനം വരുന്നത്. കമ്പനി അലോയ് വീലുകൾ വരുന്നുണ്ട്. അപ്പോൾ തന്നെ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. നല്ല സീറ്റ് കവറുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വില ഉദ്ദേശിക്കുന്നത് 8,75,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ തന്നെ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. വാഹനത്തിന്റെ ലൊക്കേഷൻ വരുന്നത് മോങ്ങത്താണ്. അടുത്ത ഇന്നോവ 2013 മോഡൽ ഇന്നോവ വി ഓപ്ഷനിൽ വരുന്ന ഇന്നോവയാണ്. ഈ വാഹനം വരുന്നത് 2013 രജിസ്ട്രേഷനാണ് വരുന്നത്. അതുപോലെ തന്നെ വി ആണ് ഓപ്ഷൻ വരുന്നത്. ഡീസൽ മാനുവലാണ് ട്രാൻസ്മിഷൻ വരുന്നത്. അതുപോലെ തന്നെ റീരജിസ്റ്റേർഡ് വാഹനമാണ്, കേരളത്തേക്ക് നമ്പർ ആയിട്ടുള്ള വാഹനമാണ്. ഓണർഷിപ്പ് വരുന്നത് 3rd ഓണർഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത്. ഈ വാഹനം സഞ്ചരിച്ച് 2 ലക്ഷം കിലോമീറ്ററാണ്. അപ്പോൾ തന്നെ വി ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ കമ്പനി അലോയ് വീലുകൾ വരുന്നുണ്ട്. കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. അപ്പോൾ തന്നെ നല്ല ഹൈ ക്വാളിറ്റി ലെതർ റാപ്പാറ്റ് സീറ്റ് കവറുകൾ ചെയ്തിട്ടുണ്ട്. 8 സീറ്റാണ് വാഹനം വരുന്നത്. അപ്പോൾ തന്നെ ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് 7,50,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ള മേലെ നമ്പർ ഉണ്ടാവും. ലൊക്കേഷൻ വരുന്നത് മോങ്ങത്താണ്. 2013 മോഡൽ വി ഫുൾ ഓപ്ഷനിൽ വരുന്ന ഇന്നോവ ആണ് വരുന്നത്. അപ്പോൾ തന്നെ റീരജിസ്റ്റേർഡ് വാഹനമാണ്, കേരളത്തേക്ക് നമ്പർ ആയിട്ടുള്ള വാഹനമാണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വാഹനമാണ്. വില ഉദ്ദേശിക്കുന്നത് 7,50,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. അടുത്ത വാഹനം വരുന്നത് 2012 മോഡൽ വി ഓപ്ഷനിൽ വരുന്ന ഇന്നോവയാണ്. ഈ വാഹനം വരുന്നത് 2012 രജിസ്ട്രേഷനാണ് വരുന്നത്. അപ്പോൾ വി ഫുൾ ഓപ്ഷനാണ് വേരിയന്റ് വരുന്നത്. ഡീസൽ മാനുവലാണ് ട്രാൻസ്മിഷൻ വരുന്നത്. ഈ വാഹനം റീരജിസ്റ്റേർഡ് വാഹനമാണ്, കേരളത്തേക്ക് നമ്പർ ആയിട്ടുള്ള വാഹനമാണ്. ഓണർഷിപ്പ് വരുന്നത് 3rd ഓണർഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത്. കിലോമീറ്റർ നോക്കുന്നുണ്ടെങ്കിൽ 1,70,000 കിലോമീറ്ററാണ്.
വി ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ കമ്പനി അലോയിൽ വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, നല്ല ലെതർ ടാപ്പുകൾ, സീറ്റ് കവറുകൾ ചെയ്തിട്ടുണ്ട്. 7 സീറ്റാണ് വാഹനം വരുന്നത്. അതുപോലെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ വില ഉദ്ദേശിക്കുന്നത് 7,50,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യം വേണം നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. 2012 വി ഫുൾ ഓപ്ഷനിൽ വരുന്ന ഇന്നോവയാണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വാഹനമാണ്. വില ഉദ്ദേശിക്കുന്നത് 7,50,000 രൂപയാണ്. അടുത്ത വാഹനം വരുന്നത് 2021 മോഡൽ നിസാന്റെ മാഗ്നറ്റ് ആണ് വാഹനം വരുന്നത്. ഈ വാഹനം 2021 രജിസ്ട്രേഷനാണ് വരുന്നത്. അപ്പോൾ XV ഓപ്ഷനിലാണ് വാഹനം വരുന്നത്. അതുപോലെ വാഹനത്തിന്റെ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത്. ഈ വാഹനം സഞ്ചരിച്ച് വെറും 34,000 കിലോമീറ്റർ ആണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വാഹനമാണ്. അപ്പോൾ തന്നെ ഫുൾ കമ്പനി സർവീസിലാണ് ഈ വാഹനം വരുന്നത്. സിംഗിൾ ഓൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത്. ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് 6,50,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ തന്നെ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. താല്പര്യം വേണം നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. ലൊക്കേഷൻ വരുന്നത് മോങ്ങത്താണ്. 2021 മോഡൽ നിസാന്റെ മാഗ്നറ്റ് ആണ്. XV ഓപ്ഷനിലാണ് വാഹനം വരുന്നത്. അപ്പോൾ തന്നെ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓൺഷിപ്പിലെ വാഹനമാണ്. വില ഉദ്ദേശിക്കുന്നത് 6,50,000 രൂപയാണ്. താല്പര്യം വേണം നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക.